കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഞാനിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരെ ചെല്ലുന്നു ജപമാല. അകതാരിലേകും ആത്മസുഗന്ധം, സ്നേഹത്തിലൊന്നായ ബന്ധം. മാനവർക്കെന്നും മാധ്യസ്ഥമേകി സഹരക്ഷകയായി നിൽക്കൂ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരെ ചെല്ലുന്നു ജപമാല. ആവേ മരിയ. ഇന്നത്തെ ദിവസം വണക്കമാസത്തിൽ പ്രത്യേകം ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ സ്വർഗത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ടിരുന്നു, സ്വർഗം മാത്രം അന്വേഷിച്ചുകൊണ്ടിരുന്നു, അതിനെപ്പറ്റി മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നു എന്നുള്ള 3 വണക്കമാസത്തിൻ്റെ 3 ചിന്തകളാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർഗം പരിശുദ്ധ അമ്മയ്ക്കൊരു വിഷയമായിരുന്നു. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളുമൊക്കെ വായിക്കുമ്പോൾ ഈ പാരമ്പര്യമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട്. നമ്മളിപ്പം പുതിയതായിട്ടുള്ള ഭാഷകളൊക്കെ പഠിച്ച് മക്കളും കുട്ടികളും പേരക്കിടാവുകളെല്ലാവരും ഈ വിദേശത്തേക്ക് പോകുന്ന ഒരു സമയമാണ്. അതിലേറ്റവും കൂടുതൽ IELTS OET ഒക്കെ പഠിച്ച് അവിടെ തന്നെ ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങളും ഒക്കെ വരുന്നത് ഈ OET IELTS ഒക്കെ. അപ്പം എല്ലാവരും ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി, അതിലൂടെ അവർക്ക് കിട്ടുന്ന മാർക്ക്, അവർ പഠിച്ച് ഇന്ന മീഡിയമാണ്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് സാക്ഷ്യം പറയണത്. വേറെ പ്രത്യേകിച്ച് ഈ ആംഗലേയ ഭാഷയാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും, വേറെ പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ പഠിക്കാനായിട്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആദ്യം പോകുമ്പം എന്നെ അവിടെ സെമിനാറിൽ പഠിപ്പിക്കുമ്പോൾ അച്ഛൻ പറയണത്, ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഫസ്റ്റ് വേണ്ടത് തിങ്ക് ഓൺലി ഇൻ ഇംഗ്ലീഷ്, സ്പീക്ക് ഓൺലി ഇൻ ഇംഗ്ലീഷ്, ഡ്രീം ഓൺലി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ടോക്ക് അബൌട്ട് ഓൺലി ഇംഗ്ലീഷ്. ഇംഗ്ലീഷിനെ കുറിച്ച് മാത്രം സംസാരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കുക, ഇംഗ്ലീഷ് മാത്രമേ തലയിലുണ്ടാവുള്ളൂ. സ്വപ്നം കണ്ടാലും പ്രാർത്ഥിച്ചാലും എല്ലാം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നിങ്ങനെ പറയും. കാരണം നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം
ഒരൊറ്റ ഫോക്കസിലേക്ക് വരുമ്പോഴേ അതിനൊരു ഒരു സ്പീഡ് എഫേർട്ട് അല്ലെങ്കിൽ ഒരു എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതിനൊരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചിന്ത തൊട്ട് തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നുള്ളതാണ്. ഈ കുഞ്ഞുനാളിലെ മതബോധനം പഠിപ്പിക്കുന്ന സമയത്ത് ധാരാളം വിശുദ്ധന്മാരുടെയും വിശുദ്ധകളുടെയും കഥകൾ വായിക്കണം. അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും കാറ്റഗിസം അധ്യാപകർ ഒരു ബുക്ക് വായിച്ചിട്ട് വരണം. കുടുംബ പ്രാർത്ഥന മുടക്കരുത് എന്നിങ്ങനെയുള്ള ഓരോരോ ടാസ്കുകളൊക്കെ തരുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയണത് ഈ സ്വർഗത്തിനെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് സ്വർഗത്തിൽ പോയവരെ കുറിച്ചുള്ള അറിവാണ്. അത് വിശുദ്ധരെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധരുടെ ജീവിതത്തിൽ അവരുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ അവർ സഫർ ചെയ്തു, ദൈവത്തിൽ ആശ്രയിച്ച് വിജയിക്കുന്നു. അപ്പോൾ എന്തിനാണെന്നുള്ള ഒരു കുഞ്ഞിൻ്റെ ചോദ്യം. അപ്പോൾ അത് അവർ സ്വർഗത്തിൽ പോയവരാണ് വിശുദ്ധന്മാർ. അപ്പോൾ അതിനെക്കുറിച്ച് സ്വർഗം ഒരു ടോപ്പിക്കാവുന്നു. അപ്പോൾ ഇത് ഒരു പഠനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നത് മാത്രമല്ല. ഇപ്പോൾ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും ഈ സ്വർഗം എന്ന ടോപ്പിക്ക് എപ്പോഴും നമ്മൾ ഡിസ്കഷൻ എടുക്കുന്നത് ആരെങ്കിലും മരിക്കുമ്പോഴോ അല്ല നമ്മുടെ കുടുംബത്തിലൊരു മരണം ഉണ്ടാകുമ്പോഴോ ഒരു ആണ്ടു കുർബാനയൊക്കെ വരുമ്പം നമ്മൾ പെട്ടെന്ന് സ്വർഗത്തിൻ്റെ ടോപ്പിക്ക് ഭയങ്കരമായിട്ട് എടുക്കും. കുർബാന ചൊല്ലുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ, മിക്കപ്പോഴും പള്ളിയിൽ ഇരിക്കണ സമയത്തൊക്കെ അവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയ്ക്ക് വരുന്നവരിൽ കുറച്ച് പേർക്ക് വെപ്രാളോ. കാരണം ഈ സ്വപ്നത്തിൽ വന്നിട്ട് ഇവർ ബഹളം ഉണ്ടാക്കിയെന്നുള്ള ഈ കടന്നുപോയ ഒരു സ്വപ്നത്തിൽ വരുമ്പോൾ പറയാം, അയ്യോ കുർബാന കൊടുക്കാത്തതിൻ്റെയും പ്രാർത്ഥിക്കാതിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് ബുദ്ധിമുട്ടിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും മാത്രം ചിന്തിക്കേണ്ട ഒരു ടോപ്പിക്കല്ല ഹെവൻ എന്ന് നമ്മളെ പഠിപ്പിച്ചത് കർത്താവ് തന്നെയാണ്. കർത്താവ് ആയിരിക്കുന്ന സമയത്തെല്ലാം റിമൈൻഡ് ചെയ്തത് കർത്താവ് പറഞ്ഞത് സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ടെന്നാണ്. ഒരു കർത്താവ് ഈ ദൈവരാജ്യത്തിനെ ഇങ്ങനെ ടാഞ്ചിബിളാക്കി കൊടുക്കാനായിട്ട് കർത്താവ് പറയും, സ്വർഗരാജ്യം വലയെറിഞ്ഞ് മത്സ്യങ്ങളെ ശേഖരിച്ചവരെ പോലെയാണ്. സ്വർഗരാജ്യം ഒരു ധനവാൻ അല്ലെങ്കിൽ ഒരു കർഷകൻ നിധി കണ്ടെത്തിയത് പോലെയാണ്. അപ്പോൾ ഇത് ഈ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഹെവൻ എന്ന് പറയുന്ന വലിയൊരു യാഥാർത്ഥ്യത്തെ ഈ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് കർത്താവ് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത ശിഷ്യന്മാർ പിന്നീട് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നത് കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമാണ്. അതിനാൽ കർത്താവ് ഉത്ഥാനം ചെയ്ത് തൻ്റെ പാർശ്വങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയും, കണ്ടോ ഞാൻ വീണ്ടും മരണത്തെ ജയിച്ചിരിക്കുകയാണ്. പിന്നെ ഒരുപാട് അടയാളങ്ങളും പ്രവർത്തിച്ചതിന് ശേഷമാണ് പിന്നീടാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് എന്ത് വേണമെങ്കിലും സഹിക്കാനും എന്ത് വേണമെങ്കിലും രക്തസാക്ഷിത്വം വരിക്കാനും ഇറങ്ങിത്തിരിക്കണത്. അപ്പം ഇത് ഒരു പ്രാർത്ഥനയാകണം, രണ്ടാമതൊരു ചിന്തയാവണം, മൂന്നാമത് അത് നമുക്കൊരു ആഗ്രഹമാകണം. അതിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ തീക്ഷ്ണതയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഈ എപ്പോഴും ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ ചിന്തിക്കുമ്പം ചില കുട്ടികൾക്കൊക്കെ ഏറെപ്പറ്റി നീറ്റ് എക്സാമൊക്കെ കഴിഞ്ഞ സമയം കുറേ കുട്ടികൾക്ക് MBBS അല്ലാതെ വേറൊരു കാരണത്തിനും ചിന്തിക്കാൻ പറ്റില്ല. 3, 4, 5 വർഷം വരെ MBBS എന്ന് മാത്രം സ്വപ്നം കണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന പിള്ളേരുണ്ട്. ഇവിടെ പിള്ളേരൊക്കെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. കാരണം അവരുടെ മനസ്സിൽ ഒരൊറ്റ ഫോക്കസേ ഉള്ളൂ, സംഹൗ അത് ക്രാക്ക് ചെയ്യുക. അതിന് വേറെ ഏത് രാജ്യത്തിൻ്റെ പേരെടുത്ത് വെച്ചാലും അവരൊറ്റ ഫോക്കസ്ഡ് അതാണ്. ചില കുട്ടികൾക്ക് വേറെ നേരെ തിരിച്ചായിരിക്കും, ഒരു രാജ്യത്തിലായിരിക്കും, എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിൽ കയറുക എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് ചിന്ത. അപ്പോൾ അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. എക്സാം എഴുതാതെ എങ്ങനെ കയറാൻ പറ്റും, എക്സാം എഴുതി എങ്ങനെ കയറാൻ പറ്റും, അല്ലാതെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കയറാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ നമുക്കൊരു ഡ്രീം, ഒരു സ്വപ്നം നമ്മുടെ മനസ്സിൽ ശരിക്കും ആഗ്രഹമായിട്ട് മാറുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെർച്ച് ബട്ടൺസും നമ്മുടെ ചിന്തകളും വാട്സപ്പുകളും എല്ലാം ഇതിൻ്റെ ഓറിയൻറ്റേഷനായിട്ട് പോകും. അവിടെയുള്ള കൂട്ടുകാർ, അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ ലാൻഡ്സ്കേപ്പ്, അവിടുത്തെ കാര്യങ്ങൾ, അവിടെ പോയിട്ട് വന്നവരുടെ എക്സ്പീരിയൻസുകൾ, അവിടുത്തെ ഭാഷയുടെ, അവിടുത്തെ ആക്സെൻറ്റ്. അപ്പോൾ ഒരു ഫുള്ള് ഇവിടെയാണ് ചിലരുടെ ജീവിതമെങ്കിലും അവിടെയൊക്കെ മനസ്സുകൊണ്ട് അവർ പലരും ഓസ്ട്രേലിയയിലും കാനഡയിലൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു ശരീരം എങ്ങനെയെങ്കിലും കൂടെ ഫ്ലൈറ്റിലങ്ങോട്ട് എടുത്താൽ മതി. കാരണം അത്രത്തോളം അവർ ഇൻവോൾവ്ഡാണ്. കാരണം അത്രത്തോളം അവരുടെ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ആഗ്രഹത്തിൻ്റെ ഒരു ബലത്തിൽ തന്നെയാണ് ഈ സ്വർഗത്തിനെക്കുറിച്ച് ഇന്നത്തെ വണക്കമാസത്തിൽ പറയണത്. കാരണം ഒരു പക്ഷേ എവിടെ പോയാലും ഒരു ദിവസം നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയണമെന്നുള്ളൊരു യാഥാർത്ഥ്യം സത്യമായിട്ട് നമ്മൾ തിരിച്ചറിയുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, എപ്പോഴും ഉടമ്പടിയുടെ ഭാഷയിൽ പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കരുതി വെക്കേണ്ടത് സ്വർഗത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും കേട്ടറിവല്ലേ ഉള്ളൂ. ആ കേട്ടറിവ് വെച്ചിട്ട് നമുക്കൊരിക്കലും സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ പറയുന്നത് പോലെ ആഗ്രഹം ഉണ്ടാകുക, നെക്സ്റ്റ് സ്വർഗവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതമാകുന്നുള്ളതാണ്. ഒന്ന്, വിശുദ്ധ കുർബാന. അത് നമ്മൾ വിചാരിക്കുക ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേക നിയോഗം അല്ല.
വിശുദ്ധ കുർബാനയിൽ ഏത് രീതിയിലുള്ള കുർബാനയാണെങ്കിലും ആ കുർബാന ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും അതിൽ പറയുന്നത് മുഴുവൻ നിത്യജീവൻ, സ്വർഗം, പരിശുദ്ധൻ, മാലാഖമാർ. കാരണം ഈ ലോകത്തിൽ നമ്മൾ അർപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണ്. നിങ്ങൾ ദേവാലയങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ന് ഈ ദേവാലയമാണെങ്കിൽ ഇതിന് ചുറ്റും വിശുദ്ധന്മാരുടെയും രൂപങ്ങളുണ്ട്, ഈശോയുടെ മാതാവിൻ്റെ രൂപങ്ങളുണ്ട്. അല്ലെങ്കിൽ ഏത് ദേവാലയത്തിൽ പോകുമ്പോഴും അവിടെ ഒരു കുറേയേറെ വിശുദ്ധ രൂപങ്ങൾ. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം, അല്ലാതെ ദേവാലയത്തിൽ സ്ഥലം എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണമെന്നൊന്നുമല്ല. നമ്മളൊരു ദേവാലയത്തിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പം നമ്മൾ ഓൾറെഡി വി ആർ ഇൻ ഹെവൻ എന്നൊരു അറ്റ്മോസ്ഫിയർ നമുക്കുണ്ടാവാൻ വേണ്ടിയും കൂടിയാണ് ഈ വിശുദ്ധ രൂപങ്ങളെല്ലാം നമ്മൾ നിരത്തി പിടിച്ച് ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് എപ്പോഴാണോ പള്ളിയിലേക്ക് കയറുന്നത് ആ സമയം തൊട്ട് അവിടെ കാണുന്ന ആരൊക്കെയാണ്? വിശുദ്ധന്മാരുടെ ചിത്രം, മാതാവിൻ്റെ ചിത്രം. അതായത് എവിടെയാണോ ഇതൊക്കെ ഇവരൊക്കെ എവിടെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്? സ്വർഗത്തിലാണ്. അപ്പോൾ ഈ ഒരു സൈക്കോളജിയും ഈ ഒരു വിശ്വാസത്തിൻ്റെ സത്യം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഏതൊരു ദേവാലയത്തിലാണെങ്കിലും, ഏറെ കത്തോലിക്ക ദേവാലയങ്ങൾ വിഗ്രഹാരാധനയല്ല, ഈ വിഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ സ്വർഗത്തിൽ ചെല്ലേണ്ടവരാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഈ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം അവർ മുടങ്ങാതെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സാക്ഷ്യത്തിലും നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസ് അല്ലാതെ സാക്ഷ്യങ്ങളിൽ പോലും അവർ ദേവാലയത്തിൽ എപ്പോഴും പോകും, ദേവാലയത്തിൽ കുർബാന മുടക്കത്തില്ലെന്നൊക്കെ പറയണത് ഇൻഡയറക്റ്റ്ലി അവർ ഈ സ്വർഗവുമായിട്ടുള്ളൊരു ബന്ധത്തിനെക്കുറിച്ചാണ് അവർ പറയണത്. അപ്പം നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരു കുർബാനയിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുമ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് മാലാഖമാർ വാഴ്ത്തുന്ന നമ്മളിങ്ങനെ ശരിക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ എത്രയോ പേരാണ് അഭിഷേകത്തോടെ ദിവ്യബലി കൂടുമ്പോൾ സ്വർഗോത്മകമായ സ്വപ്നങ്ങളും ദർശനങ്ങളും ഉണ്ടായെന്ന് പറയണത്. രണ്ടാമത്തത്, ഉടമ്പടിയിൽ സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറഞ്ഞ് അവർ കാണുന്നത് ഈ പരിശുദ്ധ അമ്മയെ തന്നെ എത്ര പേരാണ് കണ്ടെന്ന് പറയണത്? ഒരു പക്ഷേ എല്ലാ ആഴ്ചയിലും ഒരു 10-12 പേര് മാതാവിനെ കണ്ടെന്ന് പറയാനുണ്ട്. ഈ മാതാവിനെ കണ്ടെന്ന് പറയണത് എന്താണ്? അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് പ്രൂഫ് എന്ന് പറയുന്നത് എന്താണ്? മാതാവ് സ്വർഗത്തിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ പിതാവിൻ്റെ അംഗീകാരത്തോടെ ലോകത്ത് സഞ്ചരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എന്ന് പറയണത് ഈ സ്വർഗത്തിൻ്റെ റെഫറൻസ് തന്നെയാണ്. ഒരാൾ ഈശോനെയും മാതാവിനെയും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ജീവനുള്ള ദൈവമായിട്ട് അനുഭവിക്കാൻ സാധിച്ചു എന്ന് ആര് പറഞ്ഞാലും അത് സ്വർഗത്തിൻ്റെ റെഫറൻസാണ്. അപ്പോൾ ഈ മരണത്തിന് ശേഷമുള്ള ജീവിതം, സ്വർഗത്തിൽ ആരോഹണം ചെയ്ത പരിശുദ്ധ അമ്മ, വിശുദ്ധന്മാർ, അവരുടെ തിരുനാളുകൾ, ഇതെല്ലാം റിമൈൻഡ് ചെയ്യുന്നത് സ്വർഗത്തിനെക്കുറിച്ചാണ്. അല്ലെങ്കിൽ നമ്മുടെ മാമുദീസ എന്ന കൂദാശയും അതിനെല്ലാം നമ്മൾ റിമൈൻഡ് ചെയ്യണത് ഈ ഒരു സ്റ്റാർട്ടിങ്ങിന് അവസാനമില്ലെന്നുള്ളതാണ്. ഇനി നമ്മളൊരു മരിപ്പ് കുർബാനയാണെങ്കിലും മരണടക്കിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണത് ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് ലൈഫ് എന്നല്ലല്ല, ഈ സ്വർഗത്തിലേക്ക് ഈ ആത്മാവിനെ എങ്ങനെയെങ്കിലും കരകയറ്റാനായിട്ടുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ സ്നേഹമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ്. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്വർഗം ഒരു പ്രാർത്ഥനാ വിഷയമാക്കണമെന്നുള്ളതാണ്. നമ്മൾ എപ്പോഴെങ്കിലും മരിക്കാൻ വേണ്ടി ആരെങ്കിലും കിടക്കുന്ന ഒരു സമയത്ത് കർത്താവെ എന്നെ സ്വർഗത്തിൽ കയറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ദൈവം അത് കേൾക്കാം. പക്ഷെ അങ്ങനെ ഒരു പ്രാർത്ഥിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയില്ല എന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പം ജീവിതത്തിൻ്റെ ഏത് സമയത്തും ഈ സ്വർഗം എന്നതൊരു പ്രാർത്ഥന വിഷയമാണ്. കുടുംബ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഇന്നീ നിമിഷം നമ്മുടെ എപ്പോഴും ക്രിസ്ത്യൻ ആധ്യാത്മികതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. നമുക്ക് ഔസേ പിതാവ് നല്ല മരണത്തിന് മധ്യസ്ഥനായിട്ട് പോലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്തും ഈ സ്വർഗോന്മുഖം, കർത്താവ് ഇന്നത്തെ ദിവസം വൈകുന്നേരം ഈ നിമിഷം ഞാൻ മരിച്ചാൽ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗത്തിലേക്ക് ഏതെങ്കിലും വിധത്തിലുള്ളൊരു സാധ്യത എനിക്കുണ്ടോ എന്നുള്ളതാണ്. ഉടമ്പടി എന്തുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമാവുന്നത്, അനുഗ്രഹപ്രദമാകുന്നതെന്ന് ചോദിച്ചാൽ, ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരാളാണ് മരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്വർഗോന്മുഖമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്തുണ്ടെന്നുള്ള. കാരണം അത് ഏത് വിശ്വാസത്തിലുള്ളവരാണെങ്കിലും, ഇവർക്ക് വിശ്വാസത്തിലുള്ളതാണെങ്കിൽ ഉടമ്പടിയിൽ ആത്മാർത്ഥമായി നിൽക്കുന്ന വ്യക്തി എന്ന് പറയുമ്പം 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്ന, നന്മകൾ ചെയ്യുന്ന, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആ വ്യക്തിക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഉടമ്പടി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കലവൂര് കൃപാസനവുമായിട്ടല്ല, അങ്ങ് സ്വർഗവുമായിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന ഒരു സാഹചര്യം ദൈവം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അമ്മ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ സ്വർഗത്തിൻ്റെ റെഫറൻസാണ്. ഉടമ്പടിയിലൂടെ ഓരോ വ്യക്തിയും ഇവിടെ ഈശോനെ കണ്ടു, ഈശോ എനിക്കത് തന്നു, പ്രാർത്ഥിച്ച് എനിക്കത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ ഓരോ ദിവസം അനുദിനം പറയണമെന്നുണ്ടെങ്കിൽ അതെല്ലാം റെഫറൻസ് സ്വർഗോന്മുഖമായൊരു ജീവിതത്തിലേക്കുള്ള ക്ഷണമാണ്.
ദൈവം കൂടെ ഉണ്ടാകുന്ന സാഹചര്യം ഈ ലോകത്തിൽ അനുഭവിക്കുന്ന നമുക്ക് സ്വർഗത്തിലും അത് അനുഭവിക്കാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഈ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പവറും ആ ഒരു ലൈഫ് സ്പാനിൽ എത്തിച്ചേരാൻ പറ്റുന്ന എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഒരാളുടെ മരണസമയത്ത് പോലും മാതാവ് സമീപത്തുണ്ടാകണം എന്ന രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിശ്വാസ യാത്രയിൽ ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് ഈ ഒരു വിഷയം അതിന് നമ്മളായിട്ട് ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഈ വീട്ടിലോ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മക്കളുടെ കാര്യവും അപ്പച്ചൻ്റെ കാര്യവും അമ്മയുടെ കാര്യം തൊഴിലിനിടയ്ക്ക് ഈ സ്വർഗവും നരകമൊക്കെ ആരാണ് ചിന്തിക്കണം, വരട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പോകുന്ന സ്വാഭാവികമായിട്ടും ഒരു സമ്മർദ്ദം ഉണ്ടാകും. പക്ഷേ അതല്ല, നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ നിങ്ങളിവിടെ എത്ര കഷ്ടപ്പെടുമ്പോഴും ചില മക്കൾ മനസ്സുകൊണ്ട് പല രാജ്യങ്ങളിലും ജീവിക്കണത് പോലെ, മനസ്സുകൊണ്ട് പല പ്രൊഫഷനും ഓൾറെഡി മനസ്സിൽ കൈകാര്യം ചെയ്യണത് പോലെ, അവിടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എത്ര കഷ്ടപ്പെട്ടാലും ഇത്തിരി കൂടുതൽ പഠിക്കേണ്ടി വന്നാലും അതെന്തെടുത്താണെങ്കിലും എനിക്ക് അവിടെ പോകണം എന്നീ വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുന്നത് പോലെ ഈ സ്വർഗത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാനായിട്ട് ആരംഭിക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരാണെങ്കിൽ വിശുദ്ധ ബലിയുടെ മുടക്കാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചാണ് അവിടെ എന്നുള്ളതാണ്. ഈ പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യങ്ങളൊന്നും മുടക്കരുത്. കൂദാശകളുടെ ജീവിതം സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ദ ഫസ്റ്റ്. കാരണം ഒരു കൂദാശയും ഈ ലോകത്തിലേക്ക് നൽകപ്പെട്ടിട്ടുള്ളതല്ല. വിവാഹമെന്ന കൂദാശയാണെങ്കിലും ഈ ലോകത്തിലേക്ക് ദൈവം ഒരുമിച്ച് രണ്ടുപേരെ ചേർക്കുമ്പോൾ ഒരു ശരീരമാണെന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ മക്കളെ ജനിപ്പിക്കുക, നിങ്ങളുടെ സ്നേഹം ലോകത്തിന് മുമ്പിൽ സാക്ഷ്യമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വിടണത്. അപ്പം പുതിയൊരു സൃഷ്ടികർമ്മത്തിലേക്ക് ദൈവം തിരഞ്ഞെടുക്കുന്ന കൂദാശയാണ്. അതും വീണ്ടും ജ്ഞാനസ്നാന മാതാപിതാക്കളെ കൂടി കൊണ്ടുവന്നിട്ട് ആ മക്കളെ വീണ്ടും ആത്മാവിലുള്ള ജീവിതത്തിൽ കൊണ്ടുവരും. അപ്പോൾ ഇതൊരു ചെറിയ ഒരു കാര്യമില്ല. കർത്താവ് ഈ ലോകത്തിൽ വന്നത് ഒരു നല്ല മനുഷ്യനായിട്ട് നല്ലോണം ജീവിച്ചിട്ട് ഇങ്ങനെ ജീവിച്ചാൽ നല്ലതായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടി അല്ല. കർത്താവിന് ശേഷവും നല്ല മനുഷ്യന്മാർ ഒരുപാട് പേര് ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്, ഇന്നും ജീവിക്കുന്നുണ്ട്. കർത്താവ് ഈ ലോകത്തിൽ വന്നതിൻ്റെ ഫസ്റ്റ് പ്രൈം റീസൺ എന്ന് പറയണത് സ്വർഗം ഉണ്ടെന്ന് കാണിക്കാനായിട്ടാണ്. സ്വർഗമുണ്ടെന്ന് കാണിക്കുവാനായിട്ട് കൂടെ ജീവിച്ചു. എങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരാമെന്ന് പ്രകടമായിട്ട് പ്രവർത്തിച്ചു. അവസാനം മരണശേഷം ഉത്ഥാനം ചെയ്ത് ശിഷ്യരുടെ ഇടയിൽ വന്ന് പ്രവർത്തിക്കുകയും ഈ സന്ദേശം നിങ്ങൾ